വാ, ഞാനൊരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ കൊച്ചാലും കൂടെ പൂക്കോയ സമയം കണ്ട, അത് നമ്മുടെ ഭാവി പ്രൊഡ്യൂസർ ആവാൻ പോകുന്ന ആളാ. ഇപ്പൊ നമ്മുടെ ഈ സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിക്കുന്നുണ്ട് പുള്ളി. അപ്പം പുള്ളി ഇവിടെ നീ അഭിനയിക്കുമ്പോണ്ടല്ലോ മാക്സിമം ക്ലോസ് ആയിട്ട് ഇഴകി ചേർന്ന് അഭിനയിക്കണം. മനസ്സിലായോ? എന്റെ അടുത്തല്ല, അവിടെ അഭിനയിച്ചാൽ മതി. അതുപോലെ തന്നെ അജു ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോ സാറിനോട് കുറച്ച് ക്ലോസ് ആയിട്ട് ചേർന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടെ അല്ല, അവിടെ കാണിച്ചാൽ മതി ഇതൊക്കെ. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മുടെ റൊമാൻസ് സീനാണ് ചെയ്യാൻ പോണത്. അതായത് സാറിന് വേണ്ടി ഈ രണ്ട് നായികമാരും അടികൂടുന്ന സീനാണ്. എനിക്ക് വേണം ഈ സുന്ദരനെ എനിക്ക് വേണം എന്ന് പറഞ്ഞൊരു ഒരു ക്ലാഷ് സീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയാ രണ്ട് നായികമാര് പറഞ്ഞു പോയോ? അല്ല, വേണമെങ്കിൽ രണ്ട് നായികമാരെ കൂടെ നമുക്ക് ഇഷ്ടം വിളിക്കാം. ഒരു നായിക പോരെ, രണ്ടെണ്ണം ഇരുന്നോട്ടെ. ഇരിക്കട്ടെ, ബോളിവുഡിലൊക്കെ അങ്ങനെയാണല്ലോ. 2-3 നായികമാര് നായകന് വേണ്ടി കിടന്ന് അടിപിടി കൂടി അവസാനം ഒരു നായകനെ സ്വീകരിക്കുന്നതായിരിക്കുമല്ലോ. അതേപോലെയാണ് നമ്മുടെ ഈ പടം എടുത്തിരിക്കുന്നത്. അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അതായത് ഇവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, പരസ്പരം പിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇതുപോലൊരു നായകൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം തെറ്റുകയാണ് നായകന്റെ പേരും. അവർക്ക് ആർക്ക് സ്വന്തമാക്കണമെന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ പ്രിവ്യൂസ് വേറെ ഉണ്ട്. ആദ്യ പടത്തിൽ തന്നെ രണ്ട് നായകരും ഒരിക്കലും മറക്കില്ല കേട്ടോ. എൻജോയ്മെന്റ് അല്ലേ? അപ്പൊ സുരഭിയാണ് പറയണത്, 1000 തവണ നിന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചിട്ടും അറിയാതെ ഞാൻ നിന്നിലേക്ക് അടുത്തു പോയി. ഞാനെന്ന സ്ത്രീയെ നിന്നിലേക്ക് അടുപ്പിക്കാനുള്ള എന്ത് കാന്തിക പ്രഭാവമാണ് നിന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടൊരു തലോടൽ, ഒരു വിളി. അപ്പോഴത്തേക്ക് സാർ പറയണത്, ഇരുമ്പ് പോലെ ഉറച്ചു നിൽക്കുന്ന എന്നിലെ പ്രണയമാണ് നിന്നെ എൻ്റേതാക്കി മാറ്റിയത്. വിടർന്നു നിൽക്കുന്ന നിന്റെ മിഴികളിൽ നോക്കിയാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ പോലും ആവശ്യമില്ല. ഒരാഴ്ചത്തേക്ക് ഓക്സിജൻ പോലും വേണ്ട, അത്രത്തോളം അവളെ പ്രണയിച്ച് നോക്കി നിൽക്കാമെന്നാണ് പറയണത്. നല്ല ഡയലോഗ്, താങ്ക് യു. ഇത് കേട്ടോണ്ട് നമ്മുടെ നായകറ്റു കേട്ടോ. അരുത് സുരഭി, ഈ സുന്ദര ഗന്ധർവനെ എനിക്ക് വേണം. ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഞാൻ ഇവനെ മനസ്സാ വരിച്ചു പോയി. എന്റെ കണ്ണേട്ടാ എന്ന് പറഞ്ഞിരുന്നത്. കണ്ണേട്ടാന്ന് വിളിക്കും. അപ്പൊ നിന്റെ കുഞ്ഞിന്റെ കാര്യം കുഞ്ഞമ്മ നോക്കിയോളൂ. എനിക്ക് വേണം എന്റെ പ്രാണനാഥൻ ഞാൻ വിട്ടു തരില്ല എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന സീനാണ്. ഒരു ക്ലാഷ് സീനാണ്. അവരവിടെ കയ്യിലല്ല, ഈ കയ്യിൽ പിടിച്ച് രണ്ടുപേരുടെ കണ്ണേട്ടന്റെ കയ്യിൽ പിടിച്ചോണ്ട്. അപ്പൊ ഇതാണ് സംഭവം. കുറച്ചുകൂടെ അതെന്തുവാ ആണിയുണ്ടോ ഇങ്ങനെ കിടക്കുന്നത്? കുറച്ചുകൂടെ ഇതായിട്ട് നടക്കണം. കുഴപ്പമില്ല, റിഹേഴ്സൽ ചെയ്തു. പറയടാ, അത് പോലീസ് പോകുന്ന വിളിക്കുന്നതായിപ്പോ. അതല്ല, നമ്മളാണ് റൊമാൻറ്റിക് ആണേ ഈ സ്റ്റൈൽ ക്രിയേറ്റ് പോക്കറ്റ് കയറ്റി യോ സ്റ്റൈൽ അങ്ങനെ. മറ്റേ നമ്മളിങ്ങനെ പിടിച്ച് അയ്യോ എന്ത് കഷ്ടമായത്. സംഭവം ശരി തന്നെ, പക്ഷെ അത്ര ആട്ടം വേണ്ടല്ലേ? അത്രയും വേണ്ട. അതൊരു പോക്കറ്റ് പിടിക്കാൻ പറഞ്ഞോണ്ട് പോക്കറ്റ് കയ്യിലിട്ടോ, കൈയിട്ട് പോക്കറ്റിൽ കൈയിട്ട് നോർമലായിട്ട് വന്നിട്ട് അങ്ങനെ നിൽക്കുന്നു. നടന്നിടത്തേക്ക് പോകുന്ന ഓക്കെ നോക്കാം. അയ്യോ, അത് കാലിലെന്തോ മുടന്തോന്നു. കുഴപ്പമില്ല ശരിയാവലേ മാറ്റിക്കും. ഇല്ല ഒന്ന് നടക്കാം, എന്നിട്ട് നോക്കാം അല്ലേ? നോക്കാം. വീട്ടിൽ പോകുന്ന നടക്കാൻ തോന്നുന്നു. 1000 തവണ നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചിട്ടും എന്നെ നീ എന്തിനാണ് ഇത്രമാത്രം? അയ്യോ, അത് സാറേ നമ്മൾ അങ്ങനെ പറയരുത്. ഇക്കളിയാവെന്ന് പറയില്ല, നമ്മൾ അഭിനയിക്കുകയല്ലേ ഇത്. സാർ, ഇത് റൊമാൻറ്റിക് സീൻ ആയതുകൊണ്ട് 1000 തവണ നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചിട്ടും എന്നെ നീ എന്തിനാണ് ഇത്രമാത്രം അട്രാക്ട് ചെയ്യുന്നത്? ഇരുമ്പ് പോലെ ഉറച്ചു നിൽക്കുന്ന എൻ്റെ മനസ്സാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. നിന്റെ കണ്ണിലേക്ക് നോക്കി നിന്നാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഓക്സിജൻ പോലും വേണ്ട. എനിക്കിഷ്ടമാണ് കണ്ടേട്ടാ. ഈ സുന്ദര ഗന്ധർവനെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ നിന്റെ കുട്ടിയോ? അതെന്റെ കുഞ്ഞമ്മ നോയിക്കോളും, ഞാൻ വിട്ടുതരില്ല. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടില്ല. എന്റേതാണ് കണ്ണേട്ടൻ. എന്റെ കണ്ണേട്ടൻ എന്റെ മാത്രമാണ്. ഞാൻ
അല്ലല്ല അപ്പം എക്സ്പ്രഷൻ കാണിക്കുന്നത് ടേക്ക് റിഹേഴ്സൽ വേണ്ട ടേക്ക് ഓക്കെ അല്ലേ? ടേക്ക് കുട്ടിയല്ല കേട്ടോ, നിന്റെ കുഞ്ഞിനെയായിരുന്നു. അതാണ് റെഡിയല്ലേ? അപ്പം ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. നോക്കാം. സാർ കാല് ഷൂസ് ഇത് മതിയല്ലോ. ഷൂസ് അത് മതി. ഷൂസ് ഇങ്ങനെ അങ്ങനെ വെക്കണ്ട. ഇങ്ങനെ ഇത് ഇതായി പോകില്ല. ഇങ്ങനെ. അങ്ങനെ വേണ്ട. സാധാരണ നമ്മൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനെ എങ്ങനെ ഗൾഫിലൊക്കെ നടന്നു എങ്ങനെ അത് എങ്ങനെ പോയി ഇപ്പൊ പൂക്കോയ സാറ് ഇപ്പൊ മാർക്കറ്റിൽ പോകുമ്പോ എങ്ങനെ നടക്കുന്നത്? യെസ്, ഇത് മതി. മതിയാ? നമുക്ക് സിനിമയിൽ ഇത് മതി. അപ്പൊ മാർക്കറ്റിൽ പോകുന്ന പോലെയാണോ പ്രണയം? അല്ല, മാർക്കറ്റിൽ പോയി നടക്കുന്നതല്ല. നമ്മളിങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാലം ആണി ഉണ്ടെന്ന് വിചാരിക്കൂലേ? അപ്പൊ മറ്റേത് മതി. അതാ കറക്റ്റ് ആവുന്നത്. ശരി, കൈ പോക്കറ്റ് വേണ്ട. വേണമെങ്കിൽ വെക്കാം, നമ്മൾ ഇഷ്ടമാണ്. കൈ വേണമെങ്കിൽ പോക്കറ്റ്. ശരി ശരി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇത്ര നേരം വരെ സമയമില്ലായിരുന്നു. എല്ലാരോടും തൊഴിൽ വരുമ്പോ ക്യാമറ റെന്റ് കൂടും. പ്ലീസ് പെട്ടെന്ന്. സ്റ്റാർട്ട് ക്യാമറ റെഡി സാർ. ആക്ഷൻ. ആയിരം തവണ നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചിട്ട് എന്നിലെ നിന്നിലേക്ക് വല്ലാതെ ആകർഷിക്കുന്നു. എന്നിലെ സ്ത്രീയെ ഇത്രമാത്രം ആകർഷിക്കാൻ എന്താണ് നിന്നിലുള്ളത്? ഈ ഇരുമ്പ് പോലെ ഉറച്ച എൻ്റെ മനസ്സാണ് നിന്നിലേക്ക് എന്നെ ആകർഷിച്ചത്. നിന്റെ കണ്ണിലേക്ക് നോക്കി നിന്നാൽ ഒരാഴ്ചത്തേക്കുള്ള ഓക്സിജൻ പോലും വേണ്ട. ഒന്ന് പിടിക്കും, മറ്റേ പിടിക്കുന്നു. അരുത് സുരഭി, അരുത്. ഈ സുന്ദരനെ ഞാൻ വിട്ടുതരില്ല. ഈ സുന്ദര ഗന്ധർവനെ കണ്ട മാത്രമേ തന്നെ ഞാൻ മനസ്സാ വരിച്ചുപോയി. എൻ്റെ കണ്ണേട്ടനെ ഞാൻ മനസ്സാ വരിച്ചുപോയി. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. ഇത് എന്റെ കണ്ണേട്ടനാണ്. ഞാൻ വിട്ടുതരില്ല. സാറേ, ഇതിപ്പം ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കല്ലേ. അവിടെ ക്യാമറ അവിടെ ഷൂട്ട് ചെയ്യും. ഓക്കെ, ഞാൻ കട്ട് പറഞ്ഞിട്ടേ മാറാവും. അല്ല, ഞാനൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്താലോ? വേണമെന്നില്ല. എൻ്റെ മുഖത്ത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും കൂടെ പിടിക്കുമ്പോൾ എന്താണ് വികാരം വരേണ്ടത്? വികാരം ഈശ്വര. എൻ്റെ മനസ്സിൽ വരേണ്ട ആ വികാരം എനിക്ക് കിട്ടുന്നില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണല്ലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പൊ സന്തോഷമല്ലേ? സന്തോഷം, ദുഃഖം ഉണ്ടാവും. അപ്പൊ സന്തോഷവും വേണം, കുറച്ച് ദുഃഖവും വേണം. ഈ രണ്ടുപേരും കൂടെ വന്നിട്ട് രണ്ടിലിപ്പോ ഒരാളെ എടുക്കാൻ പറ്റും. ചിരിക്കുകയും വേണം, കരയുകയും വേണം. ആക്ഷൻ. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. ഞാൻ വിട്ടുതരില്ല. എൻ്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടുതരില്ല. കരയില്ല, കരയുന്നല്ലേ തോന്നി. അല്ല, കുറച്ച് കരയാൻ പറഞ്ഞു സാർ. പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിക്കണ്ട. പ്രകടിപ്പിക്കരുത്. സോറി സാർ. സാർ പ്രകടിപ്പിക്കാതെ കരയണം. അത് നമ്മൾ കരയാണെന്ന് തോന്നുകയും ചെയ്ത് പ്രേക്ഷകർക്ക് അത് കരച്ചിലാണെന്ന് തോന്നരുത്, ചിരിയാണെന്ന് തോന്നാൻ പാടില്ല. ഇത് ആദ്യം പറഞ്ഞാൽ പോരെ സാർ, ഞാൻ ചെയ്തു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ആക്ഷൻ. കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. കണ്ണേട്ടനെ വിട്ടുതരുമെന്ന് വിചാരിക്കേ വേണ്ട. അതിനെ ഞാൻ വിട്ടുതരില്ല. അയ്യോ, കട്ട് കട്ട് കട്ട്. സാറെ മുഖം കുത്തി കഴിഞ്ഞാൽ അല്ല, അപ്പൊ ചിരി കരച്ചിലാണോ സന്തോഷമാണോന്ന് അറിയില്ലല്ലോ. സിനിമ ആൾക്കാർക്ക് കാണാം. അതെ, അവർക്ക് പിടികിട്ടില്ലല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ നമ്മളിപ്പോ എന്നോടും ചോദിക്കട്ടെ, ഈ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോ അന്റെ മുഖത്തൊരു വികാരം വരൂലേ? അതാണ് ഇജ്ജ് ഇവിടെ കാണിക്കണ്ടേ? അത് മനസ്സിലാക്ക്. അതിന്റെ പേരത്തെ അതിനിങ്ങനെ മോമ്പത്തി നടക്കുവോ? അത് മനസ്സിലാക്ക്. ഒരു ചാൻസ്. ചാൻസ് അങ്ങനല്ല, നമുക്ക് എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം നല്ലല്ലോ. അല്ല, അതിനുശേഷം നമുക്ക് കുപ്പി പെർഫ്യൂമും കുപ്പിയും. നിങ്ങൾ ഈ കുപ്പി എന്ന് പറയുമ്പോ മൂപ്പരെ മുഖത്ത് വരുന്ന ഒരു വികാരല്ലേ, അത് അന്റെ മുഖത്ത് വരും. ശരി. സ്റ്റാർട്ട് ക്യാമറ. ഉറങ്ങിക്കൊണ്ടിരിക്കാതെ പറയടാ. പെർഫ്യൂം രണ്ടുപേർക്കും അത് പിന്നെ നമുക്ക് പെർഫ്യൂം ഒക്കെ പിന്നെ. ആക്ഷൻ. കണ്ണേട്ടൻ ഞാൻ വിട്ടു തരില്ല. ഞാൻ എന്റെ കണ്ണേട്ടനെ വിട്ടു തരില്ല. എന്റെ കണ്ണേട്ടനെ വികാരം അത് നമ്മൾ കാണിക്കുന്നു. ഇത് വല്ലാത്ത നല്ലൊരു വികാരം. ഇതങ്ങണ്ട് പരൽമീലിനെ പിടിച്ച് പോക്കറ്റ് ഇട്ടാണ് മുമ്പ് അടിക്കുന്ന പോലെ ആയി പോയി കേട്ടോ. വികാരം മുഖത്ത് വരണം. അല്ല, മുഖത്ത് വരണം. ഉദാഹരണത്തിന് നോക്കണേ. പിന്നെ കൈ തൊടേണ്ട കാര്യമില്ലേ? ചെറുതായിട്ട് സാർ ഒന്നുകൂടെ കാണിച്ചു. കണ്ടേ. കൊഞ്ഞനും കുത്തുമല്ല,
അങ്ങനെയല്ല അങ്ങനെയല്ല പൊന്നു അതല്ല. അയ്യോ അതെന്തോ പറയിപ്പിക്കിപ്പോ അയ്യോ അതെന്താ വരുന്നില്ലല്ലോ അത്. ഒരു ചാൻസ് സാർ, എന്ത് ചെയ്യണം എല്ലാരും കൂടെ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയി. ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ. വികാരം എന്ന് പറയുന്നത് ഈ കാലിന്റെ പെരുവരിൽ നിങ്ങനെ കേറി വരണം. ഇതെന്താ ഐസുകട്ട ചവിട്ടിയോ? തെറ്റിക്കാരടി എന്തായത് അല്ല അതുപോലൊക്കെ അതുപോലൊക്കെ വേണം. ഇല്ല, മനസ്സിലായി മനസ്സിലായി. അതായത് നമ്മൾ ഈ മൂക്കിപ്പിടി വലിക്കില്ലേ, എന്നിട്ട് നമ്മൾ തുമ്മാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് തൊട്ട് ആണ് മൂക്കിപ്പിടി വലിച്ചു തൊട്ടെ തൊട്ട് 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 തുമ്മണോ വേണ്ടത് അതാണ് സംഭവം. ഈ പറഞ്ഞു തരാൻ അതെ തൊടാൻ വേണ്ടിയുള്ള നമ്പറാണ്. സംശയം മൂക്കിപ്പിടി വലിക്കുന്ന ഞാൻ തൊട്ടാൽ അഭിനയം വരുമല്ലോ. നോക്കപ്പെട്ടു ഞാൻ തൊടാം. ആക്ഷൻ. എന്റെ കണ്ണേറിനെ ഞാൻ വിട്ടു തരില്ല. നിനക്ക് എന്തായാലും ഞാൻ വിട്ടു തരും. ഇതെന്ത് കാണിച്ചേ? ഈ പ്രേമസിന് മൂക്കിപ്പൊടി വലിക്കൂ. മൂക്ക് ഈ സീൻ എന്തിനാ കാണിച്ചത്? സാറ് പറഞ്ഞ മൂക്കുപൊടി അല്ല അത് അവൻ കാണിച്ചെന്നാണ്. ആന ചവിട്ടിയാൽ പോലും മുഖത്തൊരു വികാരമില്ല. എങ്ങനെയായിട്ട് അഭിനയിപ്പിക്കാൻ? സാർ ഒരു ചാൻസ് കൂടെ ഇല്ലെങ്കിൽ എന്നെ മാറ്റിക്കോണം സാർ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. കണ്ണേറിനെ ഞാൻ വിട്ടു തരില്ല. എന്റെ കണ്ണേറിനെ ഞാൻ വിട്ടു തരില്ല. എന്റെ കണ്ണേറിനെ ഞാൻ വിട്ടു തരില്ല. ഞാൻ വിട്ടു തരില്ല. ഞാൻ വിട്ടു തരില്ല. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയാണ്. നന്നായിരുന്നു. അപ്പൊ സാധനം എടുക്കട്ടെ സാർ. ഇനി സാർ എല്ലാവരും പെർഫ്യൂമും എല്ലാം ഉണ്ട്. ഇപ്പൊ വേണ്ട ഇവിടെ ഇല്ല സാർ, സാർ എനിക്ക് സമയമില്ലാത്തോണ്ട് ഇവിടെ ലഹള അല്ല, എല്ലാവർക്കും തരും തരും എല്ലാം ഞാൻ എടുത്തോണ്ട് എല്ലാവർക്കും ഉണ്ട്. അല്ലല്ല ഇത് വേറെ കേസുണ്ടാ. ഞാൻ ഇത് വേറെ കേസുണ്ട്. ഇതിപ്പോ നമ്മളാണ് അബദ്ധം കാണിച്ചത്. പുള്ളിക്ക് ഡബിൾ റൂൾ കൊടുത്താൽ മതിയായിരുന്നു. ഒരെണ്ണം ചീത്തയാക്കിയാലും മറ്റേ നന്നാക്കൂല്ലേ? പിന്നെ ആക്രം കാണിക്കരുത്. എല്ലാവർക്കും കോയസാർ തരും. എനിക്ക് പെർഫ്യൂമാണ്. രണ്ട് സോപ്പോട് തരണേ. എല്ലാം തരും, എല്ലാവർക്കും തരും. ഒരു കിലോ ബദാം എല്ലാം ഉണ്ട്. ഈ മാർക്കറ്റില് ഗൾഫ് കോയ എന്ന് പറഞ്ഞിരുന്നാല് ഏത് സെറ്റിൽ പോയാലും ഏറ്റവും വില കുറച്ച് കൊടുക്കണത് ഞാനാണ്. പെർഫ്യൂം ആയാലും സ്കോച്ച് ആയാലും സോപ്പായാലും. അത് പറഞ്ഞു മനസ്സിലായില്ലേ? കച്ചവടക്കാർ വിൽക്കാൻ കൊണ്ടുവന്നാണോ? ബഷീറൊന്നും പറഞ്ഞില്ലേ എന്റെ അടുത്ത്? നമ്മക്ക് ഗിഫ്റ്റ് തരാൻ കൊണ്ടുവന്നാന്നല്ലേ നമ്മള് കരുതി. അല്ലല്ല, എന്റെ ജോലി തന്നെ ഇതേപോലെ ഓരോ സെറ്റിലും പോയി പെർഫ്യൂം, സ്കോച്ച്, സോപ്പ്, സ്പ്രേ ഇതൊക്കെ വിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജോലി ഇതേപോലെയാണ്. എല്ലാ സെറ്റിലും പോയി. പിന്നെ ബഷീർ പറഞ്ഞില്ലേ പടം പിടിക്കണമെന്ന്. എവരുമായിട്ട് നിന്ന് ഒരു പടം പിടിക്കണം, അതും കൂടെ ഒന്ന് എടുത്താ. ഈ മനുഷ്യൻ ഒരു ടേക്ക് 10 പ്രാവശ്യം അടുപ്പിച്ചത്. ഈ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാനുള്ള നമ്പർ എടുത്തില്ലേ? കള്ള നമ്പർ കൂടെ ഇറങ്ങിയേക്കുവാണ്. നിങ്ങളല്ലേ പറഞ്ഞ ഒരു റോൾ അഭിനയിപ്പിക്കാന്ന്. ഞാൻ അങ്ങോട്ട് വല്ലതും പറഞ്ഞു നായികമാരെ കൊണ്ടിട്ട് കെട്ടിപ്പിടിപ്പിക്കുകയും. അല്ല, ഒരു കാര്യം സാറേ, ഗൾഫ് കോയ വന്നാൽ എന്തെങ്കിലും സാധനം വിൽക്കാതെ പോവില്ല. അത് ഏത് സെറ്റിൽ ചെന്നാലും. അതുകൊണ്ട് സാർ എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ കോയ ഇവിടുന്ന് പോവില്ല. സത്യാഗ്രഹം. സ്പ്രേയും വേണ്ട, സ്കോച്ചും വേണ്ട, സോപ്പ് വേണ്ട, ഒരു മണ്ണാകട്ടയും വേണ്ട. എങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് സാറ് പറ. കുറച്ച് വിഷം ഉണ്ടോ തരാൻ?